കഴിഞ്ഞ ദിവസം ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങി. അപ്പം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തു. അപ്പം അതിൻ്റെ ബോക്സ് കുറേ ദിവസമായി വീട്ടിൽ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനത് ഒരേ അളവിലുള്ള 4 സ്ക്വയറാക്കി വെട്ടിയെടുത്ത് അതിന് ശേഷം കുറച്ച് റാൻഡായിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് വരയ്ക്കുന്നത് ഒരു പേളാണ്. അപ്പം അത് പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കർ വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ ഇതാണ് ആ ഒരു പേള്. പിന്നെ അതിന് ഞാനൊരു ബോർഡർ പോലെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബോർഡർ കൂടെ കൊടുക്കാം അല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടി, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ, അല്ലാതൊന്നുമല്ല. ഞാൻ അതിനൊരു ബോർഡർ കൂടെ വരയ്ക്കാമെന്ന് വെച്ചു. അപ്പം ഇതുപോലെ എനിക്കെന്താ പറയുക, ഇനി നമ്മളൊരു ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? പിന്നെ റാൻഡെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പേളാണെങ്കിൽ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊന്ന് ഒരു പിക്ചറായിരിക്കും. അപ്പം ഈ പേളെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ പെൻസിൽ വെച്ചിട്ട് അതിനുള്ളിലൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്ത ശേഷം ഷെയ്ഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ വിചാരിച്ചു ഒരു റെഡ് കളറുള്ളൊരു പെന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാറൊക്കെ വരച്ചല്ലോ, അപ്പോൾ സ്റ്റാറൊക്കെ ഒന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാറൊക്കെ കളർ ചെയ്തു. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ പേള്. നിങ്ങൾക്ക് ഇഷ്ടമായ പിന്നെ നമ്മളെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ പേളിനെയും കൂടെ ആ ഒരു സെയിം കളർ തന്നെ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊന്ന് എടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ബോർഡറൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം ഇത് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും, എത്ര വരയ്ക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി മാത്രം ഞാനിത് വരച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റോ ഒന്നുമല്ല, എന്നാലും ചെറിയ രീതിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാനത് വരച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ഈസ്തറ്റിക്കായിട്ടുള്ളത് ഇതുപോലുള്ള ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പേളാണ്. ഇനി യാതൊരുവിധ ബന്ധമില്ലാത്തതാണ്. പിന്നെ വരുന്നത് ഒരു കപ്പാണ് കേട്ടോ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഒരു കപ്പ് വരച്ചു. ഇതാണ് നെക്സ്റ്റ് വരച്ചത്, കപ്പ്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പിന്നെയും അതിൻ്റെ ബോർഡർ ഒന്ന് ജസ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് കപ്പ്. ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്, അടുത്തതും ഇതേപോലെ തന്നെ ഞാൻ ആ ഒരു ബോർഡർ ഫില്ല് ചെയ്ത് കൊടുത്തു. ഫില്ല് ചെയ്ത ശേഷം പിന്നെ ഇതിനകത്ത് വരയ്ക്കാൻ പോകുന്നത് അതൊരു ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ. ഒരു ബോക്സിനകത്ത്, ഗിഫ്റ്റ് ബോക്സ് അല്ല, ഒരു ബോക്സിനകത്തുനിന്ന് ചെറിയ ഹാർട്ട് പോകുന്ന രീതിക്കുള്ള ഒരിതാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബോക്സ് വരച്ചു. ആ ഒരു പിക്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു. എന്നിട്ട് ആ ഒരു ഹാർട്ടിന് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ കൊടുത്ത ശേഷം ആ ബോക്സിൻ്റെ ഉൾവശത്തൊക്കെ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ ഫില്ല് ചെയ്തു. ഇതെനിക്ക് അത്ര ഒരു ഇതായില്ല, എവിടെയോ ഒരു ഫോൾട്ട് വന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് ആ ബ്ലാക്ക് വേണ്ട, അതവിടെ ഫില്ല് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ എന്തോ എനിക്കങ്ങനെ ഫില്ല് ചെയ്യാൻ തോന്നി. കുഴപ്പമില്ല. പിന്നെ എനിക്ക് അത് മാത്രമായതുകൊണ്ടൊരു സുഖം തോന്നിയില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊത്തം അതിനകത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു. ആ കാർഡ് മൊത്തം ഫില്ല് ചെയ്തു. അപ്പം ഇതാണ് മൂന്നാമത് ചെയ്ത ആ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ക്യൂട്ട് കാർഡ്. ഇനി അടുത്ത കാർഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ബോർഡർ ഫില്ല് ചെയ്ത ശേഷം പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാനൊരു ടുലിപ്സാണ് വരയ്ക്കാൻ പോകുന്നത്. ടുലിപ്സ് വരച്ച ശേഷം എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ഒരു പാണ്ടയാണ് കേട്ടോ വരയ്ക്കുന്നത്. ആ ഒരു പാണ്ട ചെറുതായിട്ട് കൈ വരയ്ക്കുന്നുണ്ട്. തെറ്റും എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പെൻസിൽ വേണ്ട. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് പെൻസിൽ ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നൈറ്റാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുമല്ല എൻ്റെ കയ്യിൽ വലിയ ഐഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഉള്ളത് വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ചെറുതെന്നാണല്ലോ പിന്നെ നമ്മൾ വലുതിലേക്ക് പോവുക. അങ്ങനെ ഞാൻ ഉള്ള ഫോൺ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം പാണ്ടയും അങ്ങനെ ചെയ്തു. അപ്പം ഇന്ന് ചെയ്ത മൊത്തത്തിലുള്ള വർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്ത പേള്, പിന്നെ റാൻഡമായിട്ട് ചെയ്തതാണ് കോഫി, പിന്നെ ഗിഫ്റ്റ് ബോക്സ്, ലാസ്റ്റ്